ഇവിടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലേ സംബന്ധിച്ചിടത്തോളം നമ്മൾ പരിശോധിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, അവിടെ ഈ സ്കൂൾ തുടങ്ങാറായല്ലോ. ഈ സമയത്ത് എങ്ങനെ ഈ കുട്ടി മുകളിൽ പോയി, അതേപോലെ തന്നെ ഈ പെട്ടെന്നുണ്ടായ കാര്യമല്ലല്ലോ. അവിടുത്തെ അധ്യാപകരും HM-ഉം അവിടുത്തെ മറ്റ് അധികാരികൾ എല്ലാ ദിവസവും കാണുന്നില്ലേ ഈ ഇലക്ട്രിക് ലൈനും അതുപോലുള്ള കാര്യങ്ങൾ. അവരെങ്ങനെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തത്, അതേ കൊടുത്തില്ലയോ? ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവത്തോടു കൂടി തന്നെ അന്വേഷിക്കും. ഇലക്ട്രിസിറ്റി ബോർഡും അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് താങ്ങാനാവാത്ത ദുഃഖമാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ വീട്ടിലൊരു മകൻ നഷ്ടപ്പെട്ട പോലുള്ള ഒരു പ്രതീതിയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. എന്തൊക്കെ സഹായങ്ങൾ ചെയ്യേണ്ടി വന്നാലും ആ സഹായങ്ങൾ മുഴുവൻ ചെയ്യുന്നതിന് വേണ്ടി ഉള്ള തയ്യാറെടുപ്പിലാണ് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം. ഇവിടെ മറ്റു കാര്യങ്ങൾ ഒരു വിശദമായ അന്വേഷണ റിപ്പോർട്ടിന് ശേഷം മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രതിപാദിക്കാമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നമ്മുടെ ആ കുടുംബത്തോടുള്ള ദുഃഖം രേഖപ്പെടുത്തുന്നു. ആ കുടുംബത്തോടൊപ്പമാണ് കേരളത്തിലെ ഗവൺമെൻറ്. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഞാനിന്ന് യഥാർത്ഥത്തിൽ ഉച്ചയ്ക്ക് ശേഷം നെയ്യാറ്റിൻകര താലൂക്കിലെ സ്കൂളുകളുടെ ഉദ്ഘാടന ചടങ്ങാണ് നിശ്ചയിച്ചിരുന്നത്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് കൊല്ലത്തേക്ക് പോകുന്നത്. വിദ്യാഭ്യാസ ഡയറക്ടറോടും മറ്റു ഉദ്യോഗസ്ഥന്മാരോടും കൊല്ലത്തേക്ക് പോകാൻ വേണ്ടി കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്തായാലും മകൻ നഷ്ടപ്പെട്ടു. ഇനി അതിൽ നിന്നുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് സംബന്ധിച്ചോളം ആലോചിക്കാം എന്നുള്ള കാര്യമാണ് പറയാനുള്ളത്. തീർച്ചയായിട്ടും ചെയ്യാം. കാര്യം വെച്ചാൽ നമുക്കൊരു അനുഭവം ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മൾ കൂടുതൽ ജാഗ്രത പാലിക്കുന്നത്. ഇത് ഈ ഹൈസ്കൂൾ HM-നും പ്രിൻസിപ്പാളിനും ഒക്കെ പിന്നെ എന്താ ജോലി? ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതല്ലേ അവർ? കേരളത്തിലെ 14,000 സ്കൂളും വിദ്യാഭ്യാസ ഡയറക്ടർക്കും ഒന്നും ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. ഒരു സ്കൂളിൻ്റെ അധിപനായിട്ടിരിക്കുന്ന ആൾ ഈ കാര്യങ്ങൾ ഒരു ഡയറക്ഷൻ ഗവൺമെൻറ്റിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അത് വായിച്ചെങ്കിലും നോക്കണ്ടേ? അപ്പം അതുകൊണ്ട് ഇതിൽ ഒരു വിട്ടുവീഴ്ചയും കാണിക്കില്ല. ഒരു മകനാണ് നഷ്ടപ്പെട്ടത്. അനാസ്ഥ കൊണ്ടോ ഇല്ലേ എന്നുള്ളവർ അറിയില്ല. അതിന് പരിശോധിക്കുമ്പോഴേ അറിയാമല്ലോ. റിപ്പോർട്ട് കിട്ടട്ടെ, നോക്കാം. ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല അനാസ്ഥ കാട്ടിയവർക്കെതിരായിട്ട്.